നമസ്കാരം. ശ്രീ മീഡിയ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഡിസ്ട്രിക്റ്റ് വഴി നമുക്ക് പൊസിഷൻ സർട്ടിഫിക്കറ്റ്, അതായത് കൈവശ അവകാശ സർട്ടിഫിക്കറ്റിന് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റിനായി നമ്മൾ അപ്ലൈ ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റിനായി നമ്മൾ അപ്ലൈ ചെയ്യുവാനായി ആധാരത്തിൻ്റെ കോപ്പിയോ ഒറിജിനലോ കയ്യിൽ കരുതണം. അതോടൊപ്പം കറണ്ട് ഇയറിലെ ലാൻഡ് ടാക്സ് അടച്ച കോപ്പി, ആധാർ കാർഡ് എന്നിവയാണ് ആവശ്യമുള്ളത്. ഡിസ്ട്രിക്റ്റിൽ എങ്ങനെയാണ് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടത് എൻ്റെ ചാനലിൽ അത് കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഡിസ്ട്രിക്റ്റിൽ തന്നെ പലതരം സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇതിൽ പൊസിഷൻ സർട്ടിഫിക്കറ്റിലേക്കായാണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം പൊസിഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റിനും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നോൺ അറ്റാച്ച്മെൻറ്റ് കൂടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും പിച്ച ഡോക്യുമെൻറ്റുകൾക്കൊപ്പം എൻകംബ്രൻസ് അഥവാ ബാധ്യതാ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ലഭിക്കുന്നത്. നോൺ അറ്റാച്ച്മെൻ്റ് ആയാലും പൊസിഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് വില്ലേജ് ഓഫീസുകളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ നമ്മുടെ വില്ലേജ് ഓഫീസ്, ആ വില്ലേജ് ഓഫീസിലേക്ക് നമ്മൾ അപേക്ഷ ഡിസ്ട്രിക്റ്റ് വഴി നമ്മൾ സമർപ്പിക്കുകയും അവിടെ നിന്നും 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്കത് ലഭിക്കുകയും ചെയ്യുന്നു. നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടായാൽ അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയെ വില്ലേജ് ഓഫീസർ നേരിട്ട് വിളിച്ചു വരുത്തി ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിസ്ട്രിക്റ്റ് വഴി പൊസിഷൻ സർട്ടിഫിക്കറ്റിനായി അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പൊസിഷൻ സർട്ടിഫിക്കറ്റും നോൺ അറ്റാച്ച്മെൻറ്റും സെയിം രീതിയിൽ തന്നെയാണ്, ഒരേ പ്രൊസീജിയറാണ്. എന്നാൽ രണ്ടിനും 2 ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മൾ ഏത് സർട്ടിഫിക്കറ്റ് ആവശ്യം എന്നുള്ളത് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊസിഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് തന്നെയാണ് സർട്ടിഫിക്കറ്റ് വരുന്നത്. അതല്ല നിങ്ങൾക്ക് പൊസിഷൻ സർട്ടിഫിക്കറ്റ് മാത്രം മതിയെങ്കിൽ പൊസിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഞാനിവിടെ പൊസിഷൻ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഡിസ്ട്രിക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് കേരള സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ട്രാക്ക് ആപ്ലിക്കേഷനും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ സൈൻ ഇൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. യൂസർ നെയിമും പാസ്വേഡും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ കഴിഞ്ഞുപോയ വീഡിയോകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഡിസ്ട്രിക്റ്റ് സേവനങ്ങളിൽ. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഇവിടെ സൈൻ ഇൻ ചെയ്ത ശേഷം ഇവിടെ 1 ടൈം രജിസ്ട്രേഷൻ എടുത്ത് ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ 1 ടൈം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഇവിടെ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നമ്മുടെ ജെൻഡർ എന്നിവ സെലക്ട് ചെയ്യുക. ഫോട്ടോ മാൻഡേറ്ററി അല്ല, മാൻഡേറ്ററി എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്നില്ല. എന്നാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് വീട്ടു നമ്പർ, അതുപോലെ നമ്മുടെ വീട്ട് പേര്, നമ്മുടെ ലൊക്കാലിറ്റി, പോസ്റ്റ് ഓഫീസ്, നമ്മുടെ പഞ്ചായത്താണോ കോർപ്പറേഷനാണോ മുനിസിപ്പാലിറ്റി ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പിൻകോഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അഡ്രസ്സും നമ്മൾ ഇതിൽ വയ്ക്കുന്ന വില്ലേജ് ഓഫീസിലേക്കാണ് നമ്മുടെ അപേക്ഷ പോകുന്നത്. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടും ഒന്നാണെങ്കിൽ ഇവിടെ സെയിമസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതിനുശേഷം ഇവിടെ നമ്മുടെ അച്ഛൻ്റെ പേര്, അതുപോലെ അമ്മയുടെ പേര്, നമ്മൾ മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. മാരീഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ പേര് ഇവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലീഗൽ ഗാർഡിയൻ ആരാണെന്നുള്ളത് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ആധാറിലുള്ള നമ്മൾ ഏത് അഡ്രസ് പ്രൂഫാണോ വയ്ക്കുന്നത് അതിലുള്ള അഡ്രസ്സ് തന്നെ നമ്മൾ വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നു എത്ര വർഷമായിട്ട് താമസിക്കുന്നു എന്നുള്ളത്. ഇതൊന്നും നമുക്ക് അച്ഛൻ്റെ ജാതി, മതം, അതുപോലെ നമ്മൾ എത്ര വർഷമായി താമസിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ പൊസിഷൻ സർട്ടിഫിക്കറ്റിന് നിർബന്ധമല്ല. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക, മൊബൈൽ നമ്പർ, റേഷൻ കാർഡ് നമ്പരും ആധാർ നമ്പരും ഇവിടെ കൊടുക്കാൻ സാധിക്കും. അതുകൂടെ കൊടുത്ത ശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. തുടർന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇവിടെ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക്
നമ്മുടെ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യണം. അതിനിവിടെ സർട്ടിഫിക്കറ്റ് സർവീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും പൊസിഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. തൊട്ട് താഴെയായി പൊസിഷൻ അതിൻ്റെ നോൺ അറ്റാച്ച്മെൻറ്റ് എന്നുകൂടി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നോൺ അറ്റാച്ച്മെൻറ്റ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് അഥവാ ബാധ്യതാ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ വെച്ച് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ പേര് സെലക്ട് ചെയ്തെടുക്കുക. ആപ്ലിക്കേഷൻ നമ്പരും നമ്മുടെ പേരും അവിടെ വരുന്നതാണ്. അത് സെലക്ട് ചെയ്ത് സർട്ടിഫിക്കറ്റ് പർപ്പസ് എന്താണെന്നുള്ളത് ഇവിടെ കറക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് പർപ്പസ് ആണോ ഔട്ട് സ്റ്റേറ്റ് പർപ്പസ് ആണോ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഈ സർട്ടിഫിക്കറ്റ് എന്താവശ്യത്തിന് വേണ്ടിയാണെന്നുള്ളത് കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ്, അതുപോലെ നമ്മുടെ ഓൾഡ് സർവേ നമ്പർ, ഓൾഡ് സർവേ സബ് നമ്പർ കൂടി അതിൻ്റെ കൂടെ കൊടുക്കണം. അതുപോലെ റീസർവേ നമ്പർ കൊടുക്കണം, റീസർവേ സബ് നമ്പർ കൊടുക്കണം. അതിനുശേഷം തണ്ടപ്പേർ നമ്പർ കൊടുക്കണം. പിന്നെ ലാൻഡ് ടൈപ്പ്, അത് നമുക്ക് നിർബന്ധമല്ല. ലാൻഡ് ടൈപ്പ് നിലമാണോ പുരയിടമാണോ എന്നുള്ളത് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ലാൻഡ് ടാക്സിൻ്റെ റെസിപ്റ്റിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഓൾഡ് സർവേ നമ്പരും സർവേ നമ്പരും എല്ലാം. ഓൾഡ് സർവേ നമ്പർ നമ്മുടെ പ്രമാണത്തിൻ്റെ പട്ടിക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പേജിൽ ഉണ്ടാകും. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഓൾഡ് സർവേ നമ്പർ കൊടുക്കാൻ. തണ്ടപ്പേർ നമ്പരും റീസർവേ നമ്പറൊക്കെ നമ്മുടെ ലാൻഡ് ടാക്സിൻ്റെ റെസിപ്റ്റിൽ തന്നെ ഉണ്ടാകും. അത് നോക്കി കൊടുത്താൽ മതിയാകും. ഓൾഡ് സർവേ നമ്പറൊക്കെ നമുക്ക് നമ്മുടെ പ്രമാണത്തിൻ്റെ പട്ടിക എന്ന് പറയുന്ന പേജിൽ ഉണ്ടാകും. ഓക്കെ, ഓൾഡ് സർവേ നമ്പറൊക്കെ കൊടുക്കുക. റീസർവേ നമ്പരും സബ് ഡിവിഷൻ നമ്പറും കൊടുക്കുക. റീസർവേ ബ്ലോക്ക് നമ്മൾ കറക്റ്റായിട്ട് അതും നമ്മുടെ ലാൻഡ് ടാക്സിൻ്റെ റെസിപ്റ്റിൽ തന്നെ ഉണ്ടാകും. റീസർവേ നമ്പറൊന്നും നമ്മൾ തെറ്റിപ്പോകാതെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ വസ്തുവിൻ്റെ അളവാണ് ഇവിടെ ചോദിക്കുന്നത്. ഇത് തണ്ടപ്പേർ നമ്പറാണ്. തണ്ടപ്പേർ നമ്പരും ലാൻഡ് ടാക്സിൻ്റെ റെസിപ്റ്റിലുണ്ടാകും. അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇവിടെ നമ്മുടെ വസ്തുവിൻ്റെ അളവാണ്. അത് നമ്മൾ സെൻറ്റിൽ എത്ര സെൻറ്റാണെന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് സെൻറ്റിലേക്ക് മാറ്റുന്നത് എന്ന് വെച്ചാൽ 2.471 ആണ് ഒരു ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റു ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. അത് വെച്ചിട്ട് നമ്മുടെ സെൻറ്റ് എത്ര സെൻറ്റ് ഉണ്ടെന്നുള്ളത് ഇവിടെ കൊടുക്കണം. കൊടുത്ത ശേഷം കൺവേർട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അളവ് വരുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ആയിക്കഴിഞ്ഞു. ഇവിടെ ബാക്കി സെൽഫ് എന്നുള്ളതും നമ്മുടെ ആപ്ലിക്കൻ്റ് നെയിമും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് പൊസിഷൻ സർട്ടിഫിക്കറ്റിനായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആധാർ കാർഡ് കൊടുക്കണം. അതോടൊപ്പം പട്ടയം കൊടുക്കണം. ലാൻഡ് ടാക്സ് റെസിപ്റ്റ് എന്നിവയാണ് കൊടുക്കേണ്ടത്. എൻകംബ്രൻസ് നമുക്കിവിടെ ആവശ്യമില്ല. കാരണം നമ്മൾ നോൺ അറ്റാച്ച്മെൻറ്റ് കൂടി എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എൻകംബ്രൻസ് കൊടുത്താൽ മതിയാവും. നമുക്കിപ്പോൾ പൊസിഷൻ സർട്ടിഫിക്കറ്റ് മാത്രമായതുകൊണ്ട് പട്ടയത്തിൻ്റെ 1, 2, 3 പേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം സ്കാൻ ചെയ്ത്. അതിൽ ഒന്നാമത്തെ പേജിൻ്റെ ബാക്ക് സൈഡ് കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതോടൊപ്പം ലാൻഡ് ടാക്സിൻ്റെ കോപ്പി നമ്മൾ ഇതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ആധാർ കാർഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. ഇവിടെ പേയ്മെൻറ്റ് നമുക്ക് നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാൻ സാധിക്കും. ആ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് നമുക്ക് ഇത് പേയ്മെൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക.